അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്ന് മണ്ഡല വ്രത സമാപനമാണ്. 41 ഉത്സവം എന്ന് ഒറ്റ വാക്കിൽ സാധാരണ പറയും. മണ്ഡലവ്രതത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് 41 ദിവസത്തിൻ്റെ വ്രത സമാപനമാണ്. ആ ദിവസം വരുന്നത് ധനുമാസം 11-ാം തീയതിയാണ്. അത്യപൂർവമായിട്ട് ധനുമാസം 12-ാം തീയതിയും വരും. പക്ഷെ അന്ന് വൃശ്ചിക മാസത്തിന് ഒരു ദിവസം കുറവായിരിക്കും, അത്യപൂർവം. ഇവിടെ 41 എന്ന് പറയുന്നത് മഹോത്സവങ്ങളിൽ ഒന്ന് എന്ന് പറയാൻ 2 കാര്യങ്ങളുണ്ട്. ശബരിമലയ്ക്ക് പുറത്തു നിന്നും കൊണ്ടുവരുന്ന ആഭരണങ്ങൾ ചാർത്തി ഭഗവാൻ ദീപാരാധന ആസ്വദിക്കുന്നത് 2 പ്രാവശ്യമാണ്. ഒന്ന് 41-നും മറ്റൊന്ന് മകരവിളക്കിനും. 41-ന് പ്രത്യേക ആഭരണം ചാർത്താനായി സാഹചര്യമുണ്ടായത് തിരുവിതാംകൂർ മഹാരാജാവ് തിരുവാഭരണം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വഴിപാടായി സമർപ്പിച്ച ആഭരണമാണ് അന്നത്തെ ദിവസം ചാർത്തുന്നത്. വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. വഴിപാടായി സമർപ്പിക്കപ്പെട്ട ഈ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുളയിലാണ്. ദേവസ്വം ബോർഡ് ഇതിൻ്റെ പേരിലും പണസമ്പാദനത്തിന് തയ്യാറാവുകയാണ്. 15,000 രൂപ വഴിപാട് സമർപ്പിച്ചാൽ അവർക്ക് ഈ തിരുവാഭരണം വീണ്ടും ഭഗവാനെ ചാർത്തി തൊഴാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇന്നലെ വരെ തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വച്ചിരുന്ന തിരുവാഭരണം അത് മറ്റാരും ഉപയോഗിക്കാറില്ലായിരുന്നു. അത് വർഷത്തിലൊരിക്കൽ പവിത്രമായ 41-നാണ് അവിടെ ചാർത്തിയിരുന്നത്. അതിന് 15,000 രൂപയുള്ള ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നട തുറന്നിരിക്കുന്ന സമയത്ത് ഇത് ചാർത്തിക്കാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ ഈ തിരുവാഭരണം സൂക്ഷിക്കുന്നത് എവിടെ? പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ചെലവുകൾ എന്തെല്ലാം? ഇപ്പോൾ സൂക്ഷിക്കുന്നത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ്. ഓരോ പ്രാവശ്യവും വഴിപാട് നടത്താം എന്ന് പറഞ്ഞു പോയാൽ അതിനാളുകൾ കടന്നു വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏതാണ്ട് 143 ദിവസമാണ് ഒരു വർഷത്തിൽ നട തുറക്കുന്നത്. ആ ദിവസങ്ങളിലെല്ലാം തിരുവാഭരണം ചാർത്താം എന്ന് പറഞ്ഞാൽ ആ തിരുവാഭരണത്തിൻ്റെ പ്രസക്തി, തിരുവിതാംകൂർ രാജകുടുംബം വഴിപാടായി സമർപ്പിച്ച തിരുവാഭരണത്തിൻ്റെ പ്രസക്തി 2025 വരെ വർഷത്തിൽ ഒരു ദിവസമാണ് ചാർത്തിയിരുന്നത് എങ്കിൽ വർഷത്തിൽ 10 ദിവസവും 20 ദിവസം വേണ്ട 100 ദിവസവും ചാർത്തിക്കളയാം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ദേവഹിതം ആരാഞ്ഞതിന് ശേഷവും ആകാമായിരുന്നു ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തുക. ഇത്
ആരെങ്കിലും ഉണ്ടിരുന്ന് നായർക്കൊരു വിളി തോന്നി എന്ന് പറയുന്നത് മാതിരി ആർക്കെങ്കിലും ഒരു തോന്നിയ പോലെ കൊണ്ടുവരാൻ സാധിക്കുന്നതും ചാർത്താൻ സാധിക്കുന്നതുമാണ് പവിത്രമായി കരുതുന്ന തങ്കയങ്കി എന്ന് വിശ്വസിക്കാനായിട്ട് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അഭിപ്രായത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിൻവാങ്ങുന്നതാണ് ഉത്തമം എന്നാണ് നമ്മുടെ അഭിപ്രായം. പണം സമ്പാദിക്കുന്നതിന് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒന്നും പ്രത്യേകം നോക്കേണ്ടതില്ല, അതൊന്നും ഗുരുതരമായ മറ്റൊരു പ്രശ്നവുമല്ല എന്ന് വിചാരിക്കുന്നിടത്ത് ആചാരാനുഷ്ഠാനങ്ങൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള മാനേജ്മെന്റ് കമ്മിറ്റി മാത്രമേ ആവുന്നുള്ളൂ ബോർഡ് എന്ന ബോധ്യം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇവിടെ സാന്ദർഭികമായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നോക്കാനുണ്ട്. എന്താണ് സാഹചര്യം എന്ന് ചോദിച്ചാൽ, ഇതേപോലെ തന്നെ ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ള തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വർഷമാണ് ബോർഡിൻ്റെ കാലാവധി. വെറും 2 വർഷം. ആ 2 വർഷം കൊണ്ട് സ്ഥായിയായി മാറ്റമുണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ സ്ഥായിയായി യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ സാധ്യമല്ല, അതിന് സാധിക്കില്ല. സൗകര്യങ്ങൾ ഉണ്ടാക്കാം, പക്ഷേ ആ സൗകര്യങ്ങൾ ദേവഹിതത്തിന് അനുസൃതമായിരിക്കണം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഉദാഹരണമായിട്ട് ആരോടും ചോദിക്കാതെ അല്ലെങ്കിൽ ദേവഹിതം നോക്കാതെ 18-ാം പടിയിൽ അല്ലെങ്കിൽ 18-ാം പടിക്കപ്പുറത്തും ഇപ്പുറത്തും 2 വലിയ തൂണുകൾ ഭീമാകാരമായവ നിർമ്മിച്ചു വച്ചപ്പോൾ 18-ാം പടി ഇത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്നും സ്വാമിമാരെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കരുതായിരുന്നു എന്നും ചിന്തിക്കാമായിരുന്നു. കാരണം ആ തൂണുകളാണ് 18-ാം പടിയിലെ സ്വാമിമാരുടെ പ്രവേശനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് അതിന് ചില നടപടികൾ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത്. ഇപ്പം ഈ വസ്തുതകൾ ഇതൊക്കെയാണെങ്കിലും നമുക്ക് തോന്നിയപടി ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്ന് വിചാരിക്കുകയും എടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് അഭിപ്രായം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ വർഷത്തിലൊരിക്കൽ ചാർത്തുന്നതിന് വേണ്ടി അത് 41 എന്ന് പറയുന്ന മണ്ഡലകാല സമാപന ദിവസം, മണ്ഡല സമാപനത്തിന് ഭഗവാന് ചാർത്താൻ തയ്യാറാക്കിയിട്ടുള്ള തങ്കയങ്കി 1-2 രൂപ വിലമതിക്കുന്നതല്ല, 450 പവനാണ് അതിന് വിലമതിക്കുന്നത്. എത്ര കോടി രൂപയുടെ സ്വത്തായി എന്ന് വിചാരിക്കുക. ഇത് ശബരിമലയിൽ തന്നെ സൂക്ഷിക്കാം എന്ന് വിചാരിക്കുന്നതും മൗഢ്യമാണ്. കാരണം ശബരിമല എത്രമാത്രം ഇത്രയും സ്വത്ത് സൂക്ഷിക്കാനുള്ള, അതിന് തക്കതായിട്ടുള്ള സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് അത്ര ക്ഷിപ്രമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും കൂടി പറയേണ്ടതായിട്ട് വരികയാണ്. ഏതുമാവട്ടെ, എന്തായാലും ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഈ അഭിപ്രായം സമർപ്പിക്കുകയാണ്. മണ്ഡല പൂജയ്ക്ക് വേണ്ടി ശബരിമല ശ്രീധർമ്മശാസ്താവിനെ ചാർത്താൻ തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1973 73 എന്ന് പറയുമ്പോൾ ഇപ്പം എത്ര വർഷമായി നോക്കുക, 27ഉം 25ഉം 52 വർഷം കഴിഞ്ഞിരിക്കുന്നതാണ് തിരുവാഭരണം എന്നും കൂടി ഓർമ്മിക്കുക. നടക്കി വച്ചതാണ് തങ്കയങ്കി. 450 പവൻ എന്ന് പറഞ്ഞാൽ 3 കിലോ 600 ഗ്രാം തൂക്കമാണ് ഈ തങ്കയങ്കിക്കുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ 1 പവന്റെ വില വെച്ചിട്ട് നമ്മൾ കണക്കൂട്ടിയാൽ എത്ര കോടി രൂപയുടെ ആസ്തി ഇതിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മണ്ഡലപൂജ സമാപന ദിനമായ ഡിസംബർ 26 അഥവാ ധനു 11 ഇത് പ്രധാനമായും ചാർത്തുന്നത്. മണ്ഡലപൂജയ്ക്ക് 2 ദിവസം മുമ്പാണ് തങ്കയങ്കി ആറന്മുളയിൽ നിന്ന് യാത്ര തിരിക്കുക. തങ്കയങ്കി സൂക്ഷിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ആറന്മുള സ്ട്രോങ് റൂമിലാണ്. ആയിട്ടാണ് തങ്കയങ്കി കൊണ്ടുവരുന്നത്. വളരെ ആഘോഷപൂർവം ആറന്മുളയിൽ നിന്ന് 3 ദിവസം നീളുന്ന യാത്രയിലാണ് ഈ തങ്കയങ്കി കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നത് നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണം തങ്കയങ്കിക്ക് നൽകുന്നു.
രഥം ശബരിമല കോവിലിൻ്റെ മാതൃകയിൽ കെട്ടിയിട്ടുള്ളതാണ്. 18-ാം പടിയും കൊടിമരവും എല്ലാം ആ രഥത്തിൽ തയ്യാർ ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് നിന്നും കൊണ്ടുവരുന്ന ഹംസരഥത്തിലായിരുന്നു അങ്കിയുടെ യാത്ര. ഇപ്പോൾ തങ്കയങ്കി കൊണ്ടുവരുന്നത് കോഴഞ്ചേരി കൊച്ചിരേത്ത് തങ്കപ്പനാചാരിയാണ്. രഥം തെളിയിക്കുന്നതിന് ആദ്യകാലത്ത് നിയോഗം ലഭിച്ചതും ഇദ്ദേഹത്തിന് തന്നെയാണ്. ഇപ്പോൾ തങ്കപ്പനാചാരി സ്വന്തം ജീപ്പിൽ തയ്യാറാക്കുന്ന രഥത്തിലാണ് ഈ നിയോഗം പൂർത്തിയാക്കുന്നത്. അതിന് വിശ്വാസത്തിൻ്റെതായ ഒരനുഭവ കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. വർഷങ്ങൾക്കപ്പുറത്ത് കോട്ടയത്ത് നിന്നും ഹംസരഥം ഏറ്റുവാങ്ങി ആറന്മുളയിൽ എത്തിച്ച് അവിടെ നിന്നും തങ്കയങ്കി ഏറ്റുവാങ്ങി സന്നിധാനത്ത് എത്തിക്കുന്ന ചുമതല ഈ തങ്കപ്പനാചാരി ഏറ്റിരുന്നു. അദ്ദേഹം അത് നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഹംസരഥത്തിന് പകരം മറ്റൊരു വാഹനം തയ്യാറായി ചെയ്ത് ആ ഹംസരഥത്തിന് ഒപ്പം തന്നെ ഇവിടെ എത്തിച്ച് കൊണ്ടുവരാൻ തയ്യാറായി ഇദ്ദേഹം സ്വന്തം ജീപ്പിലാണ് കോട്ടയത്തെത്തിയത്. കോട്ടയത്തെത്തിയ തങ്കപ്പനാചാരി ഈ തൻ്റെ വാഹനം നമ്മുടെ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഗോപുരനടയിൽ കൊണ്ടുവന്നിട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവേണ്ടതിന് പോയി. പിറ്റേന്ന് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കേണ്ടതാണ്. അദ്ദേഹം അതിന് തയ്യാറായി. പക്ഷെ രാത്രിയിൽ വന്നപ്പോഴാണ് അറിയുന്നത് തൻ്റെ ജീപ്പ് മോഷണം പോയിരിക്കുന്നു. അമ്പലത്തിൻ്റെ വടക്കേ നടയിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പാണ് മോഷണം പോയിട്ടുള്ളത്. പിറ്റേന്ന് പുലർച്ചെ രഥമൊരുക്കി ആറന്മുളയിൽ എത്തണമായിരുന്നു. തങ്കപ്പനാചാരി അയ്യപ്പസ്വാമിയെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. തൻ്റെ ജീപ്പ് തിരികെ കിട്ടിയാൽ വീട്ടിൽ വെച്ച് തന്നെ സ്വന്തം ജീപ്പിൽ രഥം തയ്യാറാക്കി ഇനി മുതൽ തങ്കയങ്കി സന്നിധാനത്തെത്തിക്കാമെന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, പുലർച്ചയ്ക്ക് മുമ്പ് മോഷണം പോയ ജീപ്പ് കഞ്ഞിക്കുഴിക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വാക്കുപാലിച്ച തങ്കപ്പനാചാരി വീട്ടുപണിക്കായിട്ട് സൂക്ഷിച്ചിരുന്ന തടി കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ മനോഹരമായ രഥമൊരുക്കി. ആ രഥത്തിൽ കൊടിമരമുണ്ട്, 18-ാം പടിയുണ്ട്. ശബരിമലയുടെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് ഈ വാഹനത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ രഥവും തെളിയിച്ച് ഇന്നും തങ്കപ്പനാചാരി തങ്കയങ്കി വഹിക്കുന്നു അദ്ദേഹത്തിന് തന്നെ. ഈ രഥത്തിൻ്റെ സാരഥി തങ്കപ്പനാചാരി തന്നെയാണ്. രഥത്തിൽ കമനീയമായ ചിത്രപ്പണികളും പുലിയുമായി അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ പ്രവേശിക്കുന്ന രംഗവുമെല്ലാം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ശബരിമല പാതയിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് രഥം മുന്നേറുന്നത്. എത്ര സ്ഥലങ്ങളിലാണ് ഇത് വരുന്നത്, കാത്തു നിൽക്കുന്നതെന്നറിയുമോ? കോഴഞ്ചേരി, കാരംവേലി, എലന്തൂർ, പ്രക്കാനം, ഓമല്ലൂർ, കൊടുന്തറ, പത്തനംതിട്ട, മണ്ണാറക്കുളഞ്ചി, റാന്നി, ഇടക്കുളം, വടശ്ശേരിക്കര, പ്രയാർ, മാടമൺ, പെരുനാട്, ലാഹ, പ്ലാപ്പിള്ളി, നിലയ്ക്കൽ, ചാലക്കയം വഴി പമ്പയിലെത്തും. പമ്പയിലെത്തുന്ന തങ്കയങ്കി നേരെ പമ്പ ഗണപതി കോവിലാണ് എത്തിക്കുക. ആദ്യം അവിടെ വച്ച് ഉച്ചവരത്തേക്ക് ഭക്തർക്ക് ദർശനം നൽകാൻ തയ്യാറായിക്കൊണ്ട് പേടകം തുറന്ന് ഈ ആഭരണം തന്നെ നമുക്ക്, അല്ലെങ്കിൽ തങ്കയങ്കി തന്നെ നമുക്ക് ദർശന സൗഭാഗ്യം നൽകും. പമ്പയിൽ നിന്ന് പേടകം ശിരസിലേറ്റി ശരംകുത്തി വഴി സന്നിധാനത്തെത്തുമ്പോൾ അവിടെ സന്നിധാനത്ത് മേൽശാന്തിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറ്റുവാങ്ങി സന്നിധാനത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. അങ്ങനെ 26-ാം തീയതി എന്ന് പറയുന്ന 41 തീരുന്ന ദിവസം, കാലം കൂടുന്ന ദിവസം, അയ്യപ്പൻ്റെ മനോഹരമായ തങ്കവിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന തൊഴാനായി സാധിക്കുന്നു. ഈ തങ്കയങ്കി തിരികെ കൊണ്ടുപോകുമ്പോഴും ഈ സ്വീകരണങ്ങൾ മിക്കവാറും സ്ഥലങ്ങളിൽ ലഭ്യമാകുന്ന സാധ്യതയുണ്ട്, ലഭ്യമായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കട്ടെ. 41 കഴിഞ്ഞ് 5 ദിവസത്തേക്ക് നടയടയ്ക്കുകയാണ്. 26-ാം തീയതി കഴിഞ്ഞ് 27, 28, 29, 30-ാം തീയതി വൈകുന്നേരമാണ് വീണ്ടും തിരുനട മകരവിളക്ക് മഹോത്സവം ആഘോഷിക്കുന്നതിനു വേണ്ടി തുറക്കുന്നത്. ഈ പറഞ്ഞ
5 ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കേയില്ല. എങ്കിൽ പോലും വ്രതധാരികളായ അയ്യപ്പന്മാർ നാളെ മുതൽ എന്ന് വിചാരിച്ചുകൊണ്ട് അവരോരോരോ സ്ഥലങ്ങളിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ പറയാം, ഇവിടെ ശബരിമല തീർത്ഥാടകർ എന്ന് പറയുന്ന മുഴുവൻ സ്വാമിമാരും ശബരിമലയിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്ന ദിവസങ്ങൾ ഇന്നത്തെ തിരക്കിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഈ 19 ദിവസത്തേക്ക് അനുഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ബഹുമാന്യരായ സ്വാമിമാർ അവരുടെ ഇരുമുടിക്കുള്ളിൽ യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക്കിൻ്റെ യാതൊരംശവും സൂക്ഷിച്ചിട്ടില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം ആ കൊണ്ടുവരുന്ന സാധനങ്ങൾ പൂർണ്ണമായിട്ടും അതിനു വേണ്ടുന്ന സമർപ്പിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ തന്നെ സമർപ്പിക്കാൻ തയ്യാറാവുകയും അതോടൊപ്പം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും അവരവരുടെ കയ്യിൽ കെട്ട് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസും, പ്ലാസ്റ്റിക്കിൻ ഗ്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സ്റ്റീൽ ഗ്ലാസും ഒരു സ്റ്റീൽ പ്ലേറ്റും കൂടി തയ്യാറാക്കണം. ഒരു കാരണവശാലും ഞാൻ മുഖാന്തരം ഒരു പ്ലാസ്റ്റിക് കോട്ടഡ് പ്ലേറ്റോ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസോ സന്നിധാനത്തോ പമ്പയിലോ ഉപേക്ഷിക്കപ്പെടുകയില്ല എന്ന് ഓരോ സ്വാമിമാരും തീരുമാനം എടുക്കണം. ശബരിമല നമ്മുടേതാണ്. അവിടെ പരമാവധി സൂക്ഷിക്കപ്പെടേണ്ടതും അവിടുത്തെ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള കോട്ടം വരുത്താതെ പ്രവർത്തിക്കേണ്ടുന്നതും ഓരോ സ്വാമിഭക്തൻ്റെയും കടമയാണ്. അത് മറക്കാതിരിക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഒരപേക്ഷയായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. 41 വരെയുള്ള ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇനി 2 ദിവസം കൂടിയേ ശേഷിക്കുന്നുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അത് കഴിഞ്ഞാൽ 41 എന്ന് പറയുന്നത് ഇനി അടുത്ത വർഷമേ നമുക്ക് ആചരിക്കാനും ആഘോഷിക്കാനുമുള്ളൂ. അതുകൊണ്ട് തന്നെ സാധിക്കുമെങ്കിൽ ഒരു തീർത്ഥാടന കാലം എന്ന് ഉദ്ദേശിക്കുന്നത് മകരവിളക്ക് വരെയാണെന്നുള്ള വസ്തുത ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഓരോ സ്വാമിമാരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. വ്രതം എടുത്തിട്ടുള്ളവർ അത് അവസാനിപ്പിക്കാനായിട്ട് മകരവിളക്ക് വരെ കാത്തിരിക്കുന്നത് ശ്രേഷ്ഠതരമായ ഒരു കാര്യമാണ്. അത് മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച ഏവർക്കും കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ. നമുക്ക് വീണ്ടും മകരവിളക്ക് വരെയുള്ള കാലഘട്ടത്തിലേക്ക് കാണാനിടവരും. അതിന് ഭഗവത് നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.